എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പൊളിക്കിനെ കൊന്നു കളഞ്ഞത് ദീപ്തിയെ മാനസികമായി ഒരുപാട് തളർത്തുന്നുണ്ട്. വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഏക മാർഗമായിരുന്നു പൊളിക്കൻ. വേദയോട് ദീപ്തി പറയുന്നുണ്ട്, വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള അവസാന മാർഗമായിരുന്നില്ലേ ആ പൊളിക്കൻ. അയാളും കൂടി ഇപ്പം മരണപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ ആരാണ് ചേച്ചി? ഇനി എന്താ ഒരു വഴി വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്നെല്ലാം പറയാണ്. വേദ പറയുന്നുണ്ട്, മോളെ നീ സമാധാനമായിട്ട് ഇരിക്കുക. എന്നായാലും സത്യം പുറത്തു വരാതിരിക്കില്ല. നമുക്ക് ഉറപ്പായും കണ്ടുപിടിക്കാം ആരാണ് വരുണിനെ കൊന്നതെന്നും പൊളിക്കിനെ കൊന്നതെന്നും. നീ ധൈര്യമായിട്ടിരിക്കുകയും എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കാനാ ചേച്ചി? എൻ്റെ വരുണിനെ ഇല്ലാതാക്കിയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ. അയാളോട് എനിക്ക് ചോദിക്കണം എന്തിനാ എൻ്റെ വരുണിനെ ഇല്ലാതാക്കിയതെന്ന് എന്നെല്ലാം പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്നുണ്ട് ദീപ്തി. വേദയ്ക്ക് എങ്ങനെ ദീപ്തിയെ സമാധാനിപ്പിക്കണം എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് ദീപ്തി. വേദയോട് പറയുന്നുണ്ട്, പിന്നെ വിക്രമേട്ടന് എത്ര നാളെന്ന് വെച്ചാൽ ചേച്ചിയുടെ മുറിയിൽ ഇങ്ങനെ താമസിക്കുന്നത്? വിക്രമേട്ടന് പുറത്ത് വരണമെങ്കിൽ എന്തായാലും വരുണിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ എന്ന് പറയാണ്. വേദ പറയുന്നുണ്ട്, അതെ എനിക്കറിയാം മോളെ, പക്ഷേ ഇപ്പം നമ്മളൊന്ന് സമാധാനപ്പെടുന്നതാണ് നല്ലത്. കാരണം നമ്മളെ എതിരെ നിൽക്കുന്ന ആള് ആരാണെങ്കിലും അയാൾ ശക്തനാണ്. അതുകൊണ്ടല്ലേ അയാൾ ഓരോ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സത്യം എന്നും ജയിക്കും, സത്യമേ ജയിക്കൂ എന്നെല്ലാം പറഞ്ഞ് ദീപ്തിയെ സമാധാനിപ്പിക്കുന്നുണ്ട് വേദ മുറിയിലോട്ട് ചെന്ന് വിക്രമനോട് പറയുന്നുണ്ട്, ദീപ്തിയുടെ അവസ്ഥ വളരെ മോശമാണ് വിക്രം. അവള് ഭയങ്കര സങ്കടത്തിലാണ്. ഇപ്പൊ പൊളിക്കനു കൂടി കൊല്ലപ്പെട്ടതോടെ അവളുടെ എല്ലാ പ്രതീക്ഷയും ഇല്ലാതായ പോലെയാണ് തോന്നുന്നത്. അവൾക്ക് വരുണില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെല്ലാം പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അവളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. ഈ കൊലപാതകം എല്ലാം ചെയ്തത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നെല്ലാം പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. എന്നാലേ വിക്രമനും ഇവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയൂ. ഈ റൂമിൽ ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ ഒതുങ്ങിക്കൂടി കഴിയുന്നത് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ശരിയാ, ഈ റൂമിൽ എത്ര കാലം കഴിയാൻ കഴിയും. പക്ഷേ ഈ റൂമിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ കൂടെ ആവുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, പിന്നെ എന്നും ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാമെന്നാണോ എന്നെല്ലാം ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തു നിന്ന് ശ്രീകാന്ത് ഈ ഒരു ആണിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഇത് കേൾക്കുന്നതും ശ്രീകാന്തിന് സംശയം തോന്നുന്നുണ്ട്. വേദയുടെ മുറിയിൽ ആരോ ഉണ്ട്, അതാരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വേദയുടെ മുറി തുറക്കാൻ തുടങ്ങുമ്പോഴാണ് ദീപ്തി വന്നിട്ട് ശ്രീകാന്തിനെ തടയുന്നുണ്ട്. എന്താ ഏട്ടാ, എന്ത് ചേച്ചിയുടെ മുറിയിലോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് വേദയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. ദീപ്തി പറയുന്നുണ്ട്, ആ ചേച്ചി എന്തോ കുളിക്കുകയാണെന്ന് തോന്നുന്നു, ചേച്ചിയെ ഞാൻ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് ആ നിമിഷം പെട്ടെന്ന് മുറിയിൽ കയറാതെ പുറത്തോട്ട് പോകുന്നുണ്ട്. ശേഷം ദീപ്തി ചെന്ന് വാതിലിൽ മുട്ടുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുകയാണ്. ഇതേസമയം ദീപ്തി പറയുന്നുണ്ട്, ഏട്ടൻ ചേച്ചിയുടെ മുറിയിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ചേച്ചി കുളിക്കുകയാണെന്ന് പറഞ്ഞ് ഏട്ടനെ പറഞ്ഞയച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഓ, ഏട്ടനെ എന്തിനാ വന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ചേച്ചിയോട് എന്തോ കാര്യം പറയാനുണ്ട് എന്നാണ് ഏട്ടൻ പറഞ്ഞത് എന്നെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, വിക്രമേട്ടനെ ഇതിനുള്ളിലുള്ള കാര്യം എങ്ങാനും ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചേച്ചി ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദീപ്തി പോകുന്നുണ്ട്. ഇതേ സമയം വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വേദ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ, അവളുടെ മുറിയിൽ മറ്റാരോ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനിന്ന് അവളുടെ മുറിയുടെ മുന്നിലൂടെ വരുമ്പോഴും ഒരാണിൻ്റെ ശബ്ദം ഞാനും കേട്ടതാണ്. എന്നാൽ മുറിയിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ദീപ്തി വന്ന് വേദ കുളിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ആ സമയം ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്, അതെങ്ങനെയായാലും കണ്ടുപിടിക്കുക തന്നെ വേണം എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്കും അങ്ങനൊരു സംശയം നേരത്തെ തോന്നിയതാണ്. വേദ അധികം സമയമൊന്നും പുറത്തിറങ്ങുന്നില്ല, അവൾ അധികവും മുറിയിൽ തന്നെയാണ്. അങ്ങനെ മുറിയിൽ അടഞ്ഞുകൂടിയിരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടായിട്ടായിരിക്കും എന്ന് വർഷ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ നോക്കാം, നമുക്ക് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അവൾ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പായും കണ്ടുപിടിക്കണം എന്നെല്ലാം പറയാണ്. ശേഷം വേദയുടെ റൂമിലോട്ട് പെട്ടെന്ന് കയറി ചെല്ലുന്നുണ്ട് ശ്രീകാന്ത് കയറി ചെല്ലുമ്പോൾ വേദയും വിക്രമും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും.
വിമനെ കാണുന്നതും ശ്രീകാന്ത് ആകെ ഷോക്കായി പോകുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, ഏട്ടാ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്ത് സംസാരിക്കാനടി, മാറി നിൽക്ക് നീ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ തള്ളിയിട്ട് വിക്രമിനെ അടിക്കാനായിട്ട് പോകുന്നുണ്ട് ശ്രീകാന്ത്. ഇതേ സമയം വേദയെ ശ്രീകാന്ത് തള്ളിയിട്ടത് കാണുമ്പോൾ വിക്രമിന് ഒരുപാട് ദേഷ്യം വരികയാണ്. വിക്രം ഓടിച്ചെന്ന് ശ്രീകാന്തിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്. എന്താണ് നിനക്ക് വേണ്ടത് എന്ന് വിക്രം ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഞാനിത് നിന്നോടല്ലടാ ചോദിക്കേണ്ടത്, ഗുണ്ടകളും പോലീസുകാരും എല്ലാം നിന്നെ തെരഞ്ഞു നടക്കല്ലേ ഒരു കൊലപാതക കേസിൽ, എന്നിട്ട് നീ ഇവിടെ വേദയുടെ റൂമിലായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ വിക്രം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ഇനി ഇവിടെ നടക്കുമെന്ന് നീ വിചാരിക്കണ്ട, ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല, നമ്മുടെ അച്ഛനറിഞ്ഞാൽ എന്തുണ്ടാവുമെന്ന് നിനക്ക് അറിയുന്നതല്ലേ വേദേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ മിണ്ടി പോവരുത് എന്ന് പറഞ്ഞ് വിക്രമിനെ വീണ്ടും അടിക്കാനായിട്ട് തുടങ്ങുകയാണ്. വേദയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ തല്ലും പിടിയും ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് സംസാരിക്കാമെന്ന് എന്ന് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹളം കേട്ടിട്ടാണ് ശങ്കരനാരായണനും പത്മയും വർഷയും ദീപ്തിയും എല്ലാവരും മുറിയിലോട്ട് വരുന്നത്. ശങ്കരനാരായണൻ വന്നതും ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഇത്ര ബഹളം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്നുണ്ട് വിക്രം അവിടെ ശ്രീകാന്തിനെ തല്ലാനായി തുടങ്ങുന്നത്. ഇത് കാണുന്നതും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വിടടാ അവനെ, നീ എന്താ ഇവിടെ കയറി കാണിക്കുന്നത്, നീ എന്തിനാപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെല്ലാം ചോദിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനോട് സംസാരിക്കണം, വിക്രം ഇവിടെ തന്നെയായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത്, വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാനാണ് വിക്രമിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്, പുറത്തിറങ്ങിയ ഒരിക്കലും വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ ഗുണ്ടകളായിരിക്കും വിക്രമിനെ ആക്രമിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും, അതൊന്നും ഉണ്ടാവാതിരിക്കാനാ വിക്രമിനെ ഞാൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എന്നെല്ലാം പറയുന്ന സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്, നീ ഇവനെ ഉപേക്ഷിച്ച് വന്നതല്ലേ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ച് വന്നതൊന്നും അല്ല അച്ഛാ, എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിച്ചത് നമ്മുടെ ഈ ഏട്ടൻ തന്നെയാ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയുമ്പോൾ വേദ പറയാണ്, അതെ അച്ഛാ സത്യം തന്നെയാ, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഏട്ടൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, വിക്രമിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് നമ്മുടെ ഏട്ടൻ തന്നെയാ, ഏട്ടൻ എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അച്ഛനെ കൊന്നുകളയും എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഭീഷണിയിൽ വഴങ്ങിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വിക്രമിനെ ഉപേക്ഷിച്ചിട്ട് വന്നത്, പക്ഷേ ഒരിക്കലും വിക്രമിനെ മനസ്സുകൊണ്ട് മറക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയില്ല, കാരണം വിക്രമിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അച്ഛനെന്നെ ഒരുപാട് നിർബന്ധിച്ചതല്ലേ മറ്റൊരു കല്യാണം കഴിക്കാൻ, അതിന് ഞാൻ സമ്മതിക്കാതിരുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്, എനിക്ക് വിക്രമിനെ ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല എന്നെല്ലാം വേദ പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ മോളെ പറയുന്നത്, ഈ ഒരു കൊലപാതകിയുടെ കൂടെ ഇനി എങ്ങനെയാ നിന്നെ ഞാൻ വിടേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഇല്ല അച്ഛാ, വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, വിക്രം നിരപരാധിയാണ്, ഇത് ചെയ്തത് മറ്റാരോ ആണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിക്രമിനെ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചത്, ഈ കേസിൽ വിക്രം ജയിക്കും, കാരണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ട് പോയതും വിക്രമിന്റെ അച്ഛനെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതും എല്ലാം എൻ്റെ ഈ ഏട്ടൻ കാരണമാണ് എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഈ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്, ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം ഇവള് ഈ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയുന്നതാണ് എന്ന് പറയാണ്. വേദ പറയുന്നത്, ഞാൻ കള്ളം പറയുന്നതാണെന്നോ, ഏട്ടൻ അങ്ങനെ തന്നെ പറയൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ സത്യം അതാണ്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഏട്ടൻ ഇവിടെ കൊടുന്ന് താമസിപ്പിച്ചത്, വിക്രമിനെ ഉപേക്ഷിച്ച് വന്നില്ലെങ്കിൽ ആ അച്ഛനെ കൊന്നു കളയുമെന്നാണ് എന്നോട് ഏട്ടൻ പറഞ്ഞത്, അത് പേടിച്ചുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നത്, അല്ലാതെ വിക്രമിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അച്ഛാ ഈ ഏട്ടൻ ഈ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയാ ഏട്ടന് കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വേദ. ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഈ പറഞ്ഞതെല്ലാം ശരിയാണോ, ഇല്ല അച്ഛാ അവള് വെറുതെ പറയാ എന്ന് പറയുമ്പോൾ തന്നെ ശ്രീകാന്തിന്റെ മുഖത്തൊരു അടി കൊടുക്കുന്നുണ്ട്. ശങ്കരനാരായണൻ, നീ കള്ളം പറയുന്നോടാ, അവൾ അങ്ങനെ കള്ളം ഒരിക്കലും പറയില്ല, നീയാണ് കള്ളം പറയുന്നത്, എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് പിന്നെ ഇവൾ വിക്രമിനെ ഉപേക്ഷിച്ച് വരാൻ വേറൊരു വഴിയും ഞാൻ കണ്ടില്ല, അത് കാരണം ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാണോ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും തല്ലുന്നുണ്ട് ശ്രീകാന്തിനെ. ഇത് കാണുമ്പോൾ വർഷ ഓടിച്ചെന്ന് ശങ്കരനാരായണനെ തടയുന്നുണ്ട്. അച്ഛാ ശ്രീകാന്ത് ചെയ്തത് തെറ്റ് തന്നെയാ, എന്നിപ്പോൾ വേദ ചെയ്യുന്നത് ശരിയാണോ, വിക്രമിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുക, അതും നമ്മളൊന്നും അറിയാതെ തന്നെ
എന്നെല്ലാം പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മോളെ നീ ഇവനെ ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇറക്കി വിടണം എന്ന് പറയാണ്. വേദ പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറക്കി വിട്ട വിക്രമിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും അച്ഛാ. വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല. അതൊന്നും എനിക്ക് അറിയേണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവിടുന്ന് എന്തായാലും അവനെ ഇറക്കി വിട്ടേ പറ്റൂ. ഇവിടെ അവനെ താമസിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ശരി, വിക്രം പോകുമ്പോൾ വിക്രമിൻ്റെ കൂടെ ഞാനും എന്തായാലും പോവും. വിക്രമിനെ കൊല്ലാൻ വരുന്നത് ആരായാലും അവരെന്നെയും കൂടി കൊന്നു കളഞ്ഞോട്ടെ എന്നെല്ലാം പറയുന്നുണ്ട് വേദ. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, മോളെ നീ വെറുതെ വാശി പിടിക്കരുത്. നീ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. വിക്രമിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ എന്നെ കൊണ്ട് കഴിയില്ല. അവൻ്റെ ജീവൻ ആപത്താണ്. ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല എനിക്കിവിടെ ഇരിക്കാൻ. ഈ കേസിൽ വിക്രം നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ അവൻ ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഞാനും ഇറങ്ങിപ്പോവും എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ദീപ്തി ചോദിക്കുന്നുണ്ട്, അച്ഛാ വിക്രമേട്ടൻ്റെ കാര്യം ഒക്കെ ശരി തന്നെ, എന്നാൽ നമ്മുടെ ഏട്ടൻ ചെയ്തത് തെറ്റ് തന്നെയല്ലേ? വിക്രമേട്ടൻ്റെ അച്ഛനെ അങ്ങനെ ഒരു അവസ്ഥയിലാക്കി തട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തത് വലിയ തെറ്റല്ലേ? അതിന് ഏട്ടൻ എന്ത് ശിക്ഷയാ അച്ഛൻ കൊടുക്കാൻ പോകുന്നത് എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതിനുള്ള ശിക്ഷ അവൻ ഉറപ്പായി ഞാൻ കൊടുത്തിരിക്കും. ഇനി മുതൽ നീ ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല, ഇറങ്ങിപ്പൊക്കണം ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെന്താ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാ? ഇത് എൻ്റെ കൂടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ നിൻ്റെ കൂടി വീടൊക്കെ തന്നെ, പക്ഷേ തെറ്റ് ചെയ്യുന്നവരാരായാലും ഈ വീട്ടിൽ സ്ഥാനമില്ല. അതുകൊണ്ട് നീയും ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.